ബംഗ്ലാദേശിന് 24 മണിക്കൂർ സമയം. ഹിന്ദു വേട്ട നിർത്തി ഇന്ത്യ വിരുദ്ധ പ്രകോപനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിനെതിരെ സൈനിക നടപടിക്ക് ഇന്ത്യയുടെ നീക്കമെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് റെഡിയായിരിക്കുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ബ്രഹ്മോസിന്റെ നീക്കം. ബംഗ്ലാ അതിർത്തിയിൽ അതിശക്തമായ സൈനിക വിന്യാസത്തിന് ഇന്ത്യയുടെ തീരുമാനം. റഫേല് റെഡിയായിരിക്കുന്നു. പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണോ നടത്തിയത് അതുപോലെ ബംഗ്ലാദേശിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇന്ത്യ നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനൊപ്പം ചേർന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള വമ്പൻ നീക്കമാണ് ബംഗ്ലാദേശ് ആരംഭിച്ചിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശിന്റെ തീ കൊണ്ടുള്ള കളിയാണ്. ബംഗ്ലാദേശിന്റെ ഈ തീക്കളി ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കും. പാകിസ്ഥാനുമായി പ്രതിരോധ കരാറിന് ബംഗ്ലാദേശ് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭീകരന്മാർക്ക് അഭയം നൽകുന്നു. പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരന്മാർക്ക് തണലൊരുക്കുന്നു. പാകിസ്ഥാന്റെ ഭീകരന്മാരെ ബംഗ്ലാദേശിന്റെ മണ്ണിലൂടെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങൾക്ക് ബംഗ്ലാദേശ് സഹായം ചെയ്യുന്നു. മുഹമ്മദ് യൂനിസ് എന്ന ഇടക്കാല ഗവൺമെന്റ് തലവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കടുത്ത ഭീകര പ്രവർത്തനത്തിന് തയ്യാറെടുക്കുന്നു എന്നത് ഇന്ത്യ നേരത്തെ മനസ്സിലാക്കിയതാണ്. അതേസമയം പാകിസ്ഥാനും ബംഗ്ലാദേശുമായുള്ള പുതിയ സൈനിക പ്രതിരോധ കരാർ അത് അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ ബംഗ്ലാദേശിനെ തവിട് പൊടിയാക്കുമെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. 24 മണിക്കൂർ സമയം ഹിന്ദു വേട്ട നിർത്തി ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനപരമായ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ ബംഗ്ലാദേശിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് 24 മണിക്കൂർ സമയമാണ്. ആ 24 മണിക്കൂറിനുള്ളിൽ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെയുള്ള എല്ലാ വിമത നീക്കങ്ങളും അവസാനിപ്പിക്കുക. ഉസ്മാൻ ഹാദി എന്ന വിഘടനവാദി ഇന്ത്യയെ കീറി മുറിക്കാൻ പ്രസംഗിച്ചതിന് മണിക്കൂറുകൾക്കകം കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ മറ്റൊരു വിഘടനവാദി നേതാവിനെതിരെ കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം ഉണ്ടായി. വെടിയേറ്റ ആ വിഘടനവാദ നേതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് പ്രകോപനം ഉണ്ടാക്കുന്നു, മറ്റൊരു ഭാഗത്ത് ബംഗ്ലാദേശിനുള്ളിൽ അജ്ഞാതന്റെ ഊന്തി വിളയാട്ടം. അജ്ഞാതൻ അഴിഞ്ഞാടുകയാണ്. എന്തായാലും ഇന്ത്യയുടെ അതിശക്തമായ നീക്കം, ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യയുടെ അതിശക്തമായ സേനാ വിന്യാസം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.